ഹലോ എവ്രി വൺ, നമ്മുടെ വലിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എന്താണ് ബിഗ് ബോസിൽ അഗ്നി പരീക്ഷ എന്നൊരു വലിയൊരു ക്വസ്റ്റ്യൻ ഉണ്ട് അല്ലേ. സാധാരണ ബിഗ് ബോസ് സീസണുകളിൽ നിന്നും ഇന്ന് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടാണ് ഇപ്രാവശ്യത്തെ സീസൺ 8th സീസൺ തുടങ്ങുന്നത്. അതായത് അഗ്നി പരീക്ഷ എന്നൊരു പുതിയ സംഭവം. നമുക്കത് പുതിയതാണ്, പക്ഷേ ഇത് ഓൾറെഡി തെലുങ്ക് ബിഗ് ബോസിൽ അപ്ലൈ ചെയ്തിട്ടുള്ളൊരു സംഭവമാണ്. അത് നമുക്കറിയായിരിക്കും, ഓൾമോസ്റ്റ് എല്ലാവരും ഇപ്പോൾ അറിഞ്ഞു കാണും അങ്ങനൊരു സംഭവം ഓൾറെഡി ഉണ്ടെന്ന്. അപ്പോൾ അത് തെലുങ്ക് ബിഗ് ബോസിൽ എന്തായിരുന്നു എന്ന് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കമൻറ്റ് ചെയ്യുക. ഞാനൊരു വീഡിയോ കൂടി ചെയ്യുന്നതായിരിക്കും. ഇതിൽ എന്തായിരിക്കും, എങ്ങനെയായിരിക്കും അഗ്നി പരീക്ഷ എന്ന് ജസ്റ്റ് ഞാനൊരു ക്ലൂ തരാം. ഇപ്പോൾ ലേറ്റസ്റ്റ് കിട്ടിയൊരു അപ്ഡേഷനാണ്, അത് വെച്ചിട്ടാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. മെയിനായിട്ട് നമുക്കറിയാം എന്തിനാണ് അഗ്നിപരീക്ഷ വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഫസ്റ്റ് നമുക്ക് നോക്കാൻ പോകുന്നത്. അഗ്നിപരീക്ഷ എന്ന് പറയുന്നത് നമ്മൾ നോർമലി കഴിഞ്ഞ സീസണൊക്കെ വെച്ച് നോക്കുമ്പോൾ, കഴിഞ്ഞ സീസണിലൊക്കെ എന്തായിരുന്നു, നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെയുള്ള അല്ലെങ്കിൽ കുറച്ചൊന്ന് എല്ലാവരും അറിയുന്ന താരങ്ങളെ വെച്ചിട്ടാണ് ബിഗ് ബോസ് റൺ ചെയ്തിട്ടുള്ളത്. അതിൽ കോമണേഴ്സ് വളരെ കുറവായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം കോമണേഴ്സിന് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ആണ് അഗ്നിപരീക്ഷ എന്നൊരു പ്രീ ഷോ, അതായത് ഒരു ബിഗ് ബോസിൻ്റെ ഒറിജിനൽ സീസൺ തുടങ്ങുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് പ്രീ ആയിട്ട് ഒരു ഷോ വെച്ചിട്ടുള്ളത്. ഇതിലൂടെയാണ് കോമണേഴ്സിനെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാമല്ലോ, ഇപ്പോൾ ബിഗ് ബോസിൻ്റെ ഈ അഗ്നിപരീക്ഷ ഒക്കെ ഓൾറെഡി ഷൂട്ട് തുടങ്ങി കാണും. അത് കഴിഞ്ഞിട്ടായിരിക്കും ബിഗ് ബോസിൻ്റെ ഷൂട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കും, കാരണം ഇവരും കൂടി അതിലോട്ട് അപ്ലൈ ചെയ്യണമല്ലോ. അപ്പോൾ അവിടെ ഇൻവോൾവ് ചെയ്യിക്കണമല്ലോ. അപ്പോൾ ഇനി എങ്ങനെയാണ് അവരുടെ സെലക്ഷൻ അല്ലെങ്കിൽ എന്താണ് അവിടുത്തെ ഒരു പ്രോസസ്സ് എന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ഞാൻ പറഞ്ഞുതരാം, എനിക്കറിയുന്ന കാര്യങ്ങൾ വെച്ചിട്ട്. എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം ഒരു ഓഡീഷൻ വെച്ചായിരുന്നു. ഓഡീഷൻ നമ്മൾ വീഡിയോ എടുത്തിട്ട് അവർക്ക് സെൻഡ് ചെയ്യാവുന്നതായിരുന്നു മെയിനായിട്ട്. അപ്പോൾ ആ വെബ്സൈറ്റ് വഴി നമ്മൾ അയച്ചിട്ടുള്ള വീഡിയോയിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടുള്ള 50 മുതൽ 45 പേര് വരെയാണ് ഇതിൽ 45 മുതൽ 50 പേര് വരെയാണ് ഈ ഒരു അഗ്നിപരീക്ഷയിൽ ഇൻവോൾവ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ആൻഡ് അവർക്ക് ഫിസിക്കലി, മെൻ്റൽ ആൻഡ് കോമഡി തൊട്ടിട്ട് ഓൾമോസ്റ്റ് എല്ലാ മേഖലകളും അവർ അഗ്രഗണ്യന്മാരായിരിക്കണം. ലേഡീസ് ആയിരിക്കാം അല്ലെങ്കിൽ ജെൻസ് ആയിരിക്കാം, ആരായാലും അവർ നല്ല ബെറ്റർ ആയിട്ട് അവിടെ പെർഫോമൻസ് ചെയ്താൽ മാത്രമേ നമുക്ക് ബിഗ് ബോസിലോട്ട് ഡയറക്റ്റ് എൻട്രി കിട്ടത്തുള്ളൂ. പക്ഷേ അത് കിട്ടണമെങ്കിൽ തന്നെ അവർ ഒരുപാട് കടമ്പകൾ അവിടെ കിടക്കേണ്ടിയിരിക്കുന്നു. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്തായാലും സാധാരണ മലയാളത്തിൽ കാണാത്തൊരു സംഭവമാണ് ഇപ്രാവശ്യം തുടങ്ങിയിട്ടുള്ളത്. ആൻഡ് ഇവിടെ എന്ന് വെച്ചാൽ 3 കാർഡ്സിനെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. 3 കാർഡ് എന്ന് വെച്ചാൽ ഒന്ന് റെഡ്, ഗ്രീന്, യെല്ലോ. 3 റെഡ് കാർഡ്സാണ് കിട്ടുന്നതെങ്കിൽ അവർ ഡയറക്റ്റ്ലി എലിമിനേറ്റഡ് ആണ് അല്ലെങ്കിൽ ഔട്ടാണ് എന്നാണ് കാണിക്കുന്നത്. ഇഫ് കിട്ടുന്നത് യെല്ലോ കാർഡാണെങ്കിൽ അവർ ഹോൾഡായിരിക്കും, അതായത് ഇന്നും അല്ല എന്നാൽ ഔട്ടും അല്ല, അതിൻ്റെ ഇടയിലുള്ള ആളുകളായിരിക്കും. എന്നാൽ ഗ്രീൻ കാർഡാണ് ദ ഇമ്പോർട്ടൻറ്റ് കാർഡ്. ആ കാർഡാണെങ്കിൽ ഡെഫിനറ്റ്ലി ദേ ആർ സെലക്റ്റഡ് ഇൻ ആൻഡ് ബിഗ് ബോസ് സീസൺ 8 അവർ സെലക്റ്റാണ് എന്നാണ് അർത്ഥം. ഇവർക്കും ഇപ്പോൾ കിട്ടിയ ഒരു വിവരം വെച്ചിട്ട് ഇവർക്കും നമ്മുടെ ഓഡിയൻസിൻ്റെ, അതായത് പബ്ലിക്കിൻ്റെ വോട്ടിംഗ് പരിപാടികളൊക്കെ ഉണ്ട് എന്നാണ് അറിയുന്നത്. ആൻഡ് നമ്മൾ പിന്നെ മറ്റൊരു കാര്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കണ്ടിട്ടുണ്ടാവും ഇപ്പോൾ പ്രൊമോ ഇറങ്ങിയതിൽ ഒരു 3 കസേര ഉണ്ട്. 3 എന്താ പറയുക, നമ്മളൊരു കിങ് ചെയർ എന്ന് തന്നെ പറയാം. ആ ചെയറുണ്ട്. ചിലപ്പോൾ കിങ് ആയിരിക്കും അല്ലെങ്കിൽ ക്വീൻസ് ആയിരിക്കും. ആരായാലും ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ ഇനി വളരെ ചുരുക്കം ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ, 15 ദിവസം. എനിക്കിപ്പോൾ കറക്റ്റ് 15 ദിവസമേ ഉള്ളൂ. ഞാൻ വീഡിയോ ഇടുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ. അപ്പോൾ നമുക്ക് കൗണ്ട് ഡൗൺസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയൊക്കെയാണ്. പിന്നെ ഇനി പ്രൊമോ ഷൂട്ടിനെ കുറിച്ചൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്, അത് ലേറ്റസ്റ്റ് ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ലേറ്റസ്റ്റ് അപ്ഡേഷൻസ് പെട്ടെന്ന് തന്നെ കിട്ടാൻ ഡെഫിനറ്റ്ലി പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ, ലൈക്ക് ചെയ്തോളൂ, ഷെയർ ചെയ്തോളൂ. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക ആൻഡ് നമ്മൾ ബെറ്റലൈസ് ചെയ്യും. ഓക്കെ, ബൈ.